PC ജോർജ് കോടതിയിൽ കീഴടങ്ങി. ഷോൺ ജോർജ് പറയുന്നു മകൻ ഈരാറ്റുപേട്ടയിലെ തീവ്രവാദികളെ തുറന്നു കാട്ടിയതിൻ്റെ പേരിലാണ് PC-യെ ജയിലിലടയ്ക്കാൻ ചിലർക്ക് വാശി. സത്യത്തിൽ PC ജോർജിനെ ജയിലിലടയ്ക്കാൻ ആർക്കാണ് വാശി? പിണറായി കാണാം. പിണറായിക്ക് ഒരു വാശിയുണ്ടാവാം. ബട്ട് അത് കേരളത്തിലെ ഇസ്ലാമിസ്റ്റ് ഫോഴ്സസിൻ്റെ ഒരു വാശിയും കൂടെയാണ്. മുസ്ലിങ്ങൾക്കെതിരെ ഒരക്ഷരം കേരളത്തിൽ പറഞ്ഞുകൂടാ. ഈ വാസ്തവത്തിൽ ഹൈക്കോടതി PC ജോർജിന് ജാമ്യം നിഷേധിച്ചത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. PC ജോർജിനെ കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട് അതിൽ. ഹീ ഈസ് നോട്ട് ഫിറ്റ് ടു ബി എ പൊളിറ്റീഷ്യൻ ഹൈക്കോടതി പറയുകയാണ്. മറ്റേ 100 ശർമ്മയുടെ കേസിൽ പറഞ്ഞ പോലെ പർദിവാലയുടെ അല്ല, പൊളിറ്റീഷ്യൻ ഒരാൾ പൊളിറ്റീഷ്യൻ ആവാൻ യോഗ്യതയുള്ളവനാണോ അല്ലയോ എന്നത് ഒരു നിയമപ്രശ്നമല്ല. അത് ജനാധിപത്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇനി അഥവാ അതൊരു നിയമപ്രശ്നമാണെന്ന് വെച്ചോ, അപ്പോഴും ആ നിയമപ്രശ്നം കോടതിയുടെ മുമ്പിലില്ല. PC ജോർജ് രാഷ്ട്രീയക്കാരന് ചേരാത്ത വിധം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞല്ല PC ജോർജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കോടതി ആ കമൻ്റ് അടിച്ചത് എന്തിനാ? കോടതിക്കും വേണം ഒരു കയ്യടി. അല്ല, കയ്യടിയുടെ അല്ല, കോടതിയുടെ ആ രോഷം. അതെന്താണെന്ന് വെച്ചാൽ പരക്കെ ഒരു ധാരണയുണ്ട്, ഈ മുസ്ലിങ്ങളെല്ലാം മതല്ലിപ്പൊളികളാണ് എന്ന് പറഞ്ഞു എന്ന് വെച്ചു. മതവിദ്വേഷം വളർത്തി, മതസ്പർദ്ധ. ഇത് മതസ്പർദ്ധയല്ല. ദൈവത്തെ ഓർത്ത് കേരളീയ സമൂഹം ഇപ്പോൾ ഈ ജഡ്ജിമാരടക്കം ഇതിനി എന്ന് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. മുസ്ലിങ്ങൾ തല്ലിപ്പൊളികളാണ്, ഹിന്ദുക്കൾ മഹാവൃത്തികെട്ടവന്മാർ, ഇങ്ങനെ പറയുന്നത് മതസ്പർദ്ധയല്ലെന്ന്. ഒരു മതത്തെ ആക്ഷേപിക്കല്ലേ? ഒരു മതത്തെ ആക്ഷേപിക്കലും മതസ്പർദ്ധ ഉണ്ടാക്കലും വേറെയാണ്. എവിടെ സ്പർദ്ധയുണ്ടായിരുന്നു? രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരു എനിമിറ്റിയാണല്ലോ സ്പർദ്ധ. അത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ വ്യക്തമായ എനിമിറ്റി ഉണ്ടാവണം. ഞാൻ ഈ കേസിൽ PC ജോർജിന് വേണ്ടി ഹാജരായ സീനിയർ വക്കീൽ P. വിജയഭാനു, അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് നോക്കുക. അതൊക്കെ ജഡ്ജ്മെൻറ്റിലുണ്ട്. 4 ജഡ്ജ്മെൻറ്റ് അദ്ദേഹം ഹാജരാക്കുന്നു. ഇതിൽ ഒഫൻസ് ഇല്ല. അദ്ദേഹം ആദ്യം ഇത് പറയുന്നു, PC ജോർജ് ഫേസ്ബുക്കിൽ മാപ്പ് പറഞ്ഞതാണ്, TV ചർച്ചയിൽ ചൂടായപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കേസിലെ മെറ്റിലേക്ക് അത് കഴിഞ്ഞിട്ട് വിജയഭാനു പറയുന്നു, ഇനി ഈ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ തന്നെ ഇത് ഒഫൻസ് അല്ല. 4 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് കാണിക്കുന്നു. ഈ 4 വാസ്തവത്തിൽ ഹൈക്കോടതി പരിശോധിക്കേണ്ടതാണ്. പോട്ടെ, ഒരെണ്ണമെങ്കിലും പരിശോധിക്കേണ്ടതാണ്. ഹൈക്കോടതി പരിശോധിക്കുന്നില്ല. ഹൈക്കോടതി പറയുന്നു, ഈ 4 ജഡ്ജ്മെൻ്റ് അനുസരിച്ചിട്ടുള്ള കണ്ടൻഷൻ റേസ് ചെയ്ത സ്ഥിതിക്ക് അതും ഞാൻ ഗൗരവമായിട്ടെടുക്കുന്നു. ഈ 4 ജഡ്ജ്മെൻറ്റും ഞാൻ വായിച്ചു, അതുകൊണ്ട് PC ജോർജിൻ്റെ കേസ് വാലിഡാണ്. എങ്ങനെ? ഞാൻ വായിച്ചു എന്നുള്ളത് കൊണ്ട്. അത് ശരി. ഇറ്റ് ഈസ് റിട്ടൺ പേജ് നമ്പർ 19 ഓഫ് PV കുഞ്ഞികൃഷ്ണൻസ് ജഡ്ജ്മെൻറ്റ്. ശരി. ഈ അതിനകത്ത് വിജയഭാനു സാറ് കൊണ്ടുവന്ന ഒരു കേസ്, 4 കേസ് ഞാൻ വായിച്ചു നോക്കി. വലിയ വലിയ ആൾക്കാർ എഴുതുകയാണ് സുപ്രീം കോടതിയിൽ. വിവിയൻ ബോസ്, KG ബാലകൃഷ്ണൻ, ഗജേന്ദ്ര ഗാഡ്കർ, ഇവരൊക്കെ ജഡ്ജ്മെൻറ്റാണ്. അതിനകത്തൊരു കേസ് പഞ്ചാബിൽ അമൃത്സറിൽ സർദാർജി ഊരിയ വാളുമായിട്ട് റോഡരികിൽ നിന്നിട്ട് പറയുന്നു, പഞ്ചാബികളല്ലാത്തവർ, സിഖുകാരല്ലാത്തവർ ഇന്ത്യ വിട്ടു പോകണം, കുറഞ്ഞ പക്ഷം പഞ്ചാബ് വിട്ടു പോകണം, അല്ലാത്തവനെയൊക്കെ ഞാൻ അരിഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞു. പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി എറണാകുളത്തിൽ കൊണ്ടുപോയി കേസായിട്ടുണ്ട്. 153A, ക്ലിയർ 153A ആണ്. സിഖുകാരല്ലാത്തവരെല്ലാം നാട് വിട്ടോളണം, അല്ലെങ്കിൽ കൊല്ലും, വിടുവേൻ. അതാണ്. സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, എന്തുണ്ടായെന്നാണ്. ഒരു മനുഷ്യൻ വികാരാവേശം കൊണ്ട്, ഭൂതാവേശം കൊണ്ട് ഒരു വാളൊക്കെ വീശിയിട്ട് കാട്ടിക്കളയുണ്ടായ എല്ലാത്തിനും ഞാൻ ഒരു പൊങ്ങച്ചം പറഞ്ഞു. അല്ലാതെ ഇതിനകത്തൊന്നും 153 ഒന്നുമില്ല. അയാൾക്ക് അതിനുള്ള ഇൻറ്റൻഷനും ഇല്ല. വാസ്തവത്തിൽ ഒരു സർദാർ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരെയും കൊന്നു തള്ളാനൊക്കെ പറ്റുമോ? പറ്റില്ല എന്ന് ആ സർദാർജിക്ക് ഇപ്പോൾ ദേഷ്യം വന്നു ഇത് ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി ആവർത്തിച്ച് പറയുന്നു, ഇൻറ്റൻഷൻ ഉണ്ടോ ഇതിൽ?
രണ്ട് മതങ്ങളെ തമ്മിലടിക്കാൻ, രണ്ടോ അതിലധികമോ മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഇൻറ്റൻഷനുണ്ടോ? ഇത് പി സി ജോർജിനുമില്ല. ആ ഡിബേറ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാം പി സി ജോർജ് മെല്ലെ ചൂടായി വരുന്നത് ഏത് പൊസിഷനാണ്. അപ്പോൾ മറ്റൊരാൾ പ്രൊവോക്കിംഗ് ആയിട്ട് സംസാരിച്ചു. പ്രൊവോക്കഡ് ആവാൻ പാടില്ലായിരുന്നു. ഒരു മനുഷ്യൻ പ്രൊവോക്കഡ് ആകുന്നത് ഏത് നിമിഷമാണെന്ന് അയാൾക്ക് പോലും അറിയില്ല. ബട്ട് ദ ഹൈക്കോർട്ട് സേസ് ദാറ്റ് യു ഷുഡ് നോട്ട് ഹാവ് ഗോട്ട് പ്രൊവോക്ഡ്. ഇങ്ങനെ പ്രൊവോക്കാകുന്ന മനുഷ്യനാണെങ്കിൽ അങ്ങനെ പൊളിറ്റീഷ്യൻ ആവാൻ ഫിറ്റല്ല. അല്ല, പ്രൊവോക്കേഷൻ തന്നെ ഒരു ഡിഫൻസ് അല്ലേ? അല്ല, പ്രൊവോക്കേഷൻ ഒരു ഡിഫൻസാണ്. ബട്ട് ഈ കാര്യത്തിലുണ്ടല്ലോ, ഇപ്പോൾ ഇവർ പ്രൊവോക്കേഷൻ ഒരു ഡിഫൻസായിട്ട് ഇവർ എടുക്കുന്നില്ല, പറഞ്ഞു പോകുന്നുണ്ട്. വിജയഭാനു സാറ് ആർഗ്യൂ ചെയ്യുന്നുണ്ട് ആ ഒരു പോയിൻ്റ്. പ്രൊവോക്ക് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. വാസ്തവത്തിൽ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അത് കൂളായിട്ട് പി സി ജോർജ് പറയും. അത് കറക്റ്റായിരിക്കുകയും ചെയ്യും. ആ മനുഷ്യനത് പറയാൻ മടിയൊന്നുമില്ല. ഇത് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാവരും രാജ്യദ്രോഹികളാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വെച്ചു. അത് മതസ്പർദ്ധയുമല്ല, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വഴക്കിടിക്കാനുള്ള ശ്രമവുമല്ല, വെറും എൻ്റെ ദേഷ്യമാണ്. മാത്രമല്ല ഇനി മതസ്പർദ്ധ 295A ഉണ്ട്. മതവികാരം വ്രണപ്പെടുത്തി. ഒരു മതത്തിൻ്റെയും വികാരം പി സി ജോർജ് വ്രണപ്പെടുത്തിയിട്ടില്ല. പി സി ജോർജ് ഇസ്ലാമിനെ അല്ല കുറ്റം പറഞ്ഞത്, മുസ്ലിങ്ങളെയാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്, റിലിജിയനെ അല്ല. ഇതൊക്കെ സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്ന് വരെ 153A കേസിൽ ശിക്ഷിക്കപ്പെട്ട ആരുമില്ല. സുപ്രീം കോടതിയിലെത്തിയവർ. കീഴ്ക്കോടതിയിൽ ആരെങ്കിലും ശരി 2 ആഴ്ച ജയിലിൽ കിടന്നോളാം എന്ന് പറഞ്ഞ് കിടന്നവരുണ്ടോയെന്നറിയില്ല. ബട്ട് സുപ്രീം കോടതി എത്തിയപ്പോൾ സുപ്രീം കോടതി 100,000 ജഡ്ജ്മെൻറ്റ്, അതിൽ 4 വിജയഭാനു സാറ് കാണിച്ചത്, കാതലായ 4. ഒരുപാട് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട് ഈ 153A കേസിൽ. ആകെ ഒരാളെ ചരിത്രത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ലോകമാന്യം ബാലഗംഗാധര തിലകനാണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ്. തിലകനെ ഒരു വാശിക്ക് ഈ 153A വെച്ച് അറസ്റ്റ് ചെയ്തു, ശിക്ഷിച്ചു, വിചാരണ ചെയ്ത് ശിക്ഷിച്ച് ജയിലിലിട്ടു. 6 മാസത്തിനകം തുറന്നു വിട്ടു. കാരണം ജനരോഷം അതിഭീകരമായിരുന്നു. പുറത്തുള്ള തിലകനേക്കാൾ ഡേഞ്ചറസ് ആണ് അകത്തുള്ള തിലകൻ എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായിട്ട് ശിക്ഷ ഇളവ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോക്കോ ചേട്ടാ. ഇതാണ് ആകെ ഒരു 153. ബാക്കി പ്രവീൺ തോഗഡിയ, ബാൽ താക്കറെ, സാധ്വി റിതംബര, ഉമാഭാരതി, വിനയ് കത്യാർ, ഇവരുടെയൊക്കെ വാലയെ കെട്ടാൻ കൊള്ളുന്ന വാക്സാമർഥ്യമൊന്നും പി സി ജോർജിനില്ല. ഞാൻ ജോർജിനെ കൊച്ചാക്കിക്കൊണ്ട് ഞാൻ പറയില്ല. ഇവരുടെയൊക്കെ പ്രസംഗങ്ങളുടെ ആ മൂർച്ചയുണ്ടല്ലോ. എത്ര കേസുകൾ വന്നു, ഒരു കേസിലും ഒന്നും സംഭവിച്ചില്ല. ബാൽ താക്കറയെ കോടതി ശിക്ഷിച്ചു, 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടാ. ഇതായിരുന്നു ശിക്ഷ. താക്കറെ ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ ഇന്ന് വരെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും മത്സരിച്ചിട്ടില്ല. പിന്നെ 60 ആയാലും എനിക്ക് മനസ്സിലാവില്ല ഈ കോടതിക്ക്. ഹലോ, ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നത്. ജനാധിപത്യത്തിൽ ആധിപത്യം ആർക്ക് വേണം എന്ന് നിയന്ത്രിക്കുന്നവനാണ് ഞാൻ. ചരട് എൻ്റെ കയ്യിലിരിക്കും, കുഞ്ഞിരാമന്മാർ വേറെ ഉണ്ടാവും ചാടാൻ. ഇതാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടില്ല കോടതി. പിന്നെ നിങ്ങളെന്തോ വിധി പുറപ്പെടുവിച്ചു, സന്തോഷം, ഞാൻ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ഇല്ലപ്പം. ദിസ് വാസ് ഹിസ് റിയാക്ഷൻ. യു കനോട്ട് സീ. ഇപ്പോൾ 153A ഒക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. വളരെ സൂക്ഷ്മമായിട്ട് ഒടുവിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പി സി ജോർജിനെ ശിക്ഷിക്കാൻ, ജാമ്യം നിഷേധിക്കാൻ ഒരു വകുപ്പും കാണുന്നത്. കാരണം സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകളാണ്. അറസ്റ്റ് ചെയ്യരുതെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞ വകുപ്പുകളാണ്. ഇത്തരം വകുപ്പുകളൊന്നും അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയില്ലാതെ കഴിഞ്ഞ ബെയിൽ ആപ്ലിക്കേഷനിൽ കോൺട്രവേഴ്സ്യൽ റിമാർക്സ് ഇനി അടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ബെയിൽ കണ്ടീഷൻ. ആ ബെയിൽ കണ്ടീഷൻ ലംഘിച്ചു. അതുകൊണ്ട് ഈ ബെയിൽ ഒരു കാരണം കണ്ടുപിടിച്ചു. ഇത് 21 ഫെബ്രുവരി. 19 ഫെബ്രുവരിക്ക് കേരള ഹൈക്കോടതിയിലെ ഇതേ ജഡ്ജിൻ്റെ വേറൊരു ജഡ്ജ്മെൻറ്റ്. ഞാൻ ജഡ്ജിയെ കുറ്റം പറയുകയില്ല കേട്ടോ. ഞാൻ ജഡ്ജിയെ കുറ്റം പറയുകയോ അദ്ദേഹത്തിൻ്റെ വിശദത്തെയോ നോളജിനെയോ ഒന്നുമല്ല ഞാൻ കുറ്റം പറയുന്നത്. ബട്ട് സീ ദ ഡിസ്പാരിറ്റി. 19-ാം തീയതി മുഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ട് 72 വയസ്സുള്ള ഒരാളുടെ പോക്സോ കേസ് വരുന്നു. പി സി ജോർജിന് 74 വയസ്സ്. സംഭവം എന്താ? TV ചർച്ചയിലെ സംസാരം. മുഹമ്മദ് അലിക്ക് 72 വയസ്സ്. സംഭവം പോക്സോ കേസ്. 14 വയസ്സുള്ള ഒരു കൊച്ചിനെ പിടിച്ചു. അതുപോലെ വൃത്തികേടാണ് പറയാൻ. ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നു.
മുൻകൂർ ജാമ്യം, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ജാമ്യമല്ല, മുൻകൂർ ജാമ്യം മുഹമ്മദ് അലിക്ക് കൊടുക്കുന്നു. അപ്പോഴോ ഒരേ ന്യായം വെച്ചിട്ട്, ഒരേ ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട്, അർണവ് സിംഗോ, ഐ ഫോർഗോട്ട് ദാറ്റ് ജഡ്ജ്മെൻറ്റ്, അതിനകത്താണ് കോടതി ഇങ്ങനെ അറസ്റ്റ് ചെയ്യരുതെന്നും നിർദ്ദേശിച്ചുള്ളത്. അതുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ചുമ്മാ അതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുന്നു. ജോർജിൻ്റെ കേസിൽ ഇതേ ജഡ്ജ്മെൻ്റ് എടുത്തിട്ട് പറയുന്നു, ആ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, അൺലെസ് ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ CRPC 41(1)(e, അതിനകത്ത് പെടുന്നതാണ് ജോർജിൻ്റെ കേസ് എന്ന് TV ചർച്ചയിൽ സംസാരിച്ചത്. മറ്റേത് പോക്സോ അതിൽ പെടുന്നില്ല, TV ചർച്ച അതിൽ പെടുന്നു. ഇതിപ്പോൾ ഈ ഗ്ലെയറിങ് ഡിസ്പാരിറ്റി ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഐ ഹാവ് എവരി, ഞാനൊരു വക്കീലും കൂടെയാണ്, ഐ ഹാവ് എവരി റെസ്പെക്ട് ഫോർ ഹൈക്കോർട്ട്, ദെയർ വിസ്ഡം, ബട്ട് ദെൻ സംടൈംസ് ദേ ഓൾസോ സ്ലിപ്പ്. കോടതിക്ക് നമ്മൾ ഈ പറയുന്ന ലോജിക്കും അല്ലെങ്കിൽ ഒരു ലീഗൽ സ്റ്റാറ്റസും ഒന്നും കോടതിക്ക് മനസ്സിലാവാത്തതാണോ? വാട്ട് ക്യാൻ ഐ സേ? കോടതിക്ക് മനസ്സിലാവാത്തതാണോ, മനസ്സിലായിട്ടും ചെയ്തതാണോ എന്നൊക്കെ ഗസ് ചെയ്യാൻ നമ്മളാളല്ല. മാത്രമല്ല അങ്ങനെ ഗസ് ചെയ്യാനും പാടില്ല. പഴയ ഒരു വലിയ ബ്രിട്ടീഷുകാരനുള്ള പേര് ഞാൻ മറന്നു, ആൻറ്റൺ ആണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു കേസ് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ 48 മണിക്കൂറിനകം ആ കേസിലെ വിധി എല്ലാ ജഡ്ജിമാരുടെയും മനസ്സിൽ അവരെഴുതും. ഇയാളെ ശിക്ഷിക്കണോ വേണ്ടയോ അത് തീരുമാനിക്കും. പിന്നെ അതിന് പറ്റിയ ഫാക്ട്സും സംഗതിയും ലോയും ഒക്കെ പെറുക്കിയെടുക്കും. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് സുനിലിനറിയാമല്ലോ, തൂക്കി കൊല്ലാനും ന്യായമുണ്ട്, കൊല്ലാതിരിക്കാനും ന്യായമുണ്ട്. അതുകൊണ്ടാണ് വക്കീലന്മാർ പിഴച്ചു പോകുന്നത് രണ്ടു വശത്തും. പിന്നെ ഒറ്റ ജഡ്ജ്മെൻറ്റ് മതി, അതെല്ലാം ആപ്ലിക്കബിൾ ആണല്ലോ. ആപ്ലിക്കബിൾ, ഇത് രണ്ടിനും ന്യായമുണ്ട്. അതുകൊണ്ട് വക്കീലന്മാരും പഴിച്ചു പോകുന്നു, അവർക്ക് വരുമാനമാകുന്നു. വാദിക്കും പ്രതിക്കും വേണ്ടിയിട്ട് 2 വക്കീൽ ഹാജരാകണമല്ലോ. ഇപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് റെസ്പോണ്ടൻ്റായിട്ട് പരാതിക്കാരൻ, സാധാരണ ഇതിൽ ബെയിൽ ആപ്ലിക്കേഷന് തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ പാടില്ലാത്തതാണ്, ബട്ട് അതും അനുവദിച്ചു. ഒറിജിനൽ പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പോയ ആളിനെ റെസ്പോണ്ടൻ്റായിട്ട് അനുവദിച്ചു. അയാൾക്ക് വേണ്ടിയിട്ട് വേറൊരു സീനിയർ അഡ്വക്കേറ്റ് S. ശ്രീകുമാർ, അദ്ദേഹം ഹാജരായി. ബട്ട് അദ്ദേഹത്തിന് അധികം വാദിക്കേണ്ടി വന്നില്ല, കാരണം പ്രോസിക്യൂഷൻ വാദിച്ച അതേ കാര്യങ്ങളായിരുന്നു ശ്രീകുമാർ വാദിച്ചത്. അതുകൊണ്ട് കാര്യമായിട്ടില്ല, അതൊരു 2 ലൈൻ എഴുതിയിട്ട് കോടതി അതങ്ങ് പറഞ്ഞു, ഇദ്ദേഹം ഇതേ ലൈനിലാണ് സംസാരിച്ചത്. വിജയഭാനു സാറിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് PC ജോർജ് കുറ്റം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് PC ജോർജ് ഇപ്പോൾ കോടതിയിൽ കീഴടങ്ങിയല്ല, PC ജോർജിനെ റിമാൻഡ് ചെയ്യരുത്, അത് നിയമവിരുദ്ധമാണ്. ഇത് നമ്മുടെ കേരളത്തിൽ പൊതുവേ ഭാരതത്തിലുമുണ്ട്. ഇത് നിങ്ങൾ ഏതെങ്കിലും മതത്തെ, ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്നവർ പ്രാന്തന്മാരാണ് ഞാൻ പറഞ്ഞെന്ന് വെച്ചോ, ഉടനെ മതവികാരം വ്രണപ്പെട്ടു. ഇല്ല, അതൊന്നും മതവികാരം വ്രണപ്പെടുത്തുന്ന സംഗതിയല്ല. ഇത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെയൊക്കെ കാണേണ്ടത് ഒരു മെച്വേർഡ്, പ്രൂഡൻറ്റ്, നോൺ വയലൻറ്റ്, ബാലൻസ്ഡ് മൈൻഡുള്ള ആളിൻ്റെ ദൃഷ്ടിയിൽ വേണം ഇതിനെ കാണാൻ. എന്നിട്ട് അവർ പറഞ്ഞു, നോട്ട് ദാറ്റ് സം ഈ എന്താ പെട്ടെന്ന് ചൂടാകുന്നൊരു ചിക്കൻ ഹാർട്ടഡ് പീപ്പിൾ ഹു ഗെറ്റ് ആംഗ്രി അറ്റ് ഈച്ച് ആൻഡ് എവരി പ്രോബ്ലം, അവരുടെ ദൃഷ്ടിയിൽ നോക്കിയല്ല ഒഫൻസ് ഉണ്ടോ ഇല്ലയോ നോക്കേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ടത് നല്ല പ്രായവും പക്വതയും ഒക്കെയുള്ള ഒരുപാട് ജീവിതം കണ്ടിട്ടുള്ള മെച്ചൂർഡായിട്ടുള്ളൊരു മനുഷ്യൻ ജോർജിൻ്റെ ഈ പറച്ചിൽ, അത് ദേഷ്യം വന്നപ്പോൾ എന്തൊക്കെയോ അലറി വിളിച്ചല്ലേ വിടുന്ന് ഇങ്ങനെ പറയുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ആൻ ഒഫൻസ്, ടേക്ക് ഇറ്റ് ഫ്രം മീ. ഇത് വെറും തെറ്റിദ്ധാരണയാണ്, പോലീസ് ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. ഞാൻ പത്രത്തിൽ വായിച്ചൊരു കാര്യമുണ്ട്, കോടതി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടത്രേ, ആങ്കർ അത് ഒന്ന് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ട ചില ഇടപെടൽ നടത്തി, പക്ഷേ ആങ്കറിനെ കുറ്റക്കാരനാക്കുന്നില്ല എന്നൊരു കമൻറ്റ് കോടതി പറഞ്ഞതായി ഏതോ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു. ഇതിനകത്ത് ഏറ്റവും രസം ഈ ശിക്ഷ, ഇത് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകളാണെന്നും ഇതിന് കുറേ കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ആവശ്യമാണെന്നും, അതിനാൽ ഈ എൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി പാർലമെൻറ്റിനും ലോ കമ്മീഷനും അയച്ചു കൊടുക്കണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. സോ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് ഈ കേസ് ജാമ്യം കൊടുക്കാവുന്ന കേസാണ്, എന്നാലും വകുപ്പ് കാണുന്നില്ല. അതുകൊണ്ട് വകുപ്പ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കണം. 7 വർഷം വരെ തടവും പിഴയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മതവിദ്വേഷം പരത്താമോ?
മതവിദ്വേഷം, എന്താ 1000 രൂപ എന്നടാ 1000 രൂപ പിടിച്ചോ എന്ന് പറഞ്ഞ ഒരാൾ രക്ഷപ്പെടാമോ എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്ക അദ്ദേഹം അതിലെഴുതിയിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ലോ കമ്മീഷനോ കേന്ദ്ര സർക്കാരോ ഇത് ഗൗരവമായിട്ട് എടുക്കും. ഈ ജഡ്ജ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ പോലും എല്ലാവരും ആദ്യം എടുത്തു കഴിഞ്ഞാൽ പറയും ഇതൊക്കെ സുപ്രീം കോടതി പണ്ടേ സെറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതെ അതെ. ഊരിപ്പിടിച്ച വാളുമായിട്ട് തട്ടിക്കളയും ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞ് സർദാർജിക്ക് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. അതുപോലെ ബാക്കിയുള്ളതിലൊക്കെ എന്തൊരു ഭീകരമായ പ്രസംഗങ്ങളാണെന്നറിയാമോ. നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ പേരിൽ 28 കേസുണ്ട്. അതിൽ 10 കേസോ 12 കേസോ മറ്റോ ഈ പ്രസംഗത്തിൻ്റെ കേസാണ്. 4-5 കേസുകൾ ഫർദർ ആക്ഷൻ ഡ്രോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് പോലീസ് തന്നെ അങ്ങ് ഇട്ടുകളഞ്ഞു. ബാക്കി കേസുകളിൽ ഇതുവരെ വിചാരണയും സംഗതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. PC ജോർജിൻ്റെ കേസിൽ ഇപ്പം നോക്കിക്കേ, കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത് മറ്റവരാണ്. ഏത് ഒരു പൊളിറ്റീഷ്യൻ ചിരിച്ചാൽ കോൺട്രവേഴ്സി ആവാം, ചിരിക്കാതിരുന്നാൽ കോൺട്രവേഴ്സി ആവാം, ആലോചിച്ചുകൊണ്ടിരുന്നാൽ കോൺട്രവേഴ്സി ആവാം. വെള്ളം കുടിച്ചാൽ പിണറായി വിജയൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ കോൺട്രവേഴ്സി ആവും. അപ്പോൾ കോടതി പറയുകയാണ് കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തരുതെന്ന് പറഞ്ഞപ്പോൾ PC ജോർജ് എന്ത് ചെയ്യും? അങ്ങനെ എന്ത് പറഞ്ഞാലും കോൺട്രവേഴ്സിയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യരുത്. എന്നിട്ട് ആ ഒരു ന്യായം പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞത് കോൺട്രവേഴ്സിയായി മാറി, അതിനാൽ ബെയിൽ ചട്ടങ്ങൾ ലംഘിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്നത് വളഞ്ഞു ചുറ്റി മൂക്ക് പിടിക്കുന്ന ഏർപ്പാടാണ്. അത് PC ജോർജ് ജാമ്യം അർഹിക്കുന്നു. കഴിഞ്ഞ 4 കേസും ഇതുപോലെയാണ്. PC ജോർജിനെ അറസ്റ്റ് ചെയ്യും, ജാമ്യം കൊടുക്കും, വിടും. അത് കഴിഞ്ഞിട്ടൊന്ന് ചാർജ് ഷീറ്റ് ചെയ്തോ? ഇല്ല. വിചാരണ തുടങ്ങിയോ? ഇല്ല. PC ജോർജ് മാത്രമല്ല, ശബരിമല കാലത്ത് കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തില്ല. 480 കേസ് മറ്റും. നമ്മളല്ലേ ഇന്ത്യൻ എക്സ്പ്രസ് വലിയ ലിസ്റ്റ് വായിച്ചത്. ഏതെങ്കിലും കേസിൽ കുറ്റപത്രം കൊടുത്തോ? ഇപ്പം 6 വർഷമായിരുന്നേ, കുറ്റപത്രം കൊടുക്കണ്ടേ? ഇനി 7 വർഷം കഴിയാണല്ലോ സുപ്രീം കോടതിയിൽ വേറൊരു ജഡ്ജ്മെൻറ്റുണ്ട്. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് 7 വർഷം നിങ്ങൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ആ FIR ഹൈക്കോടതി ക്വാഷ് ചെയ്യണം. പിന്നെ അതിനും ചില എക്സെപ്ഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരള പോലീസ് ഇങ്ങനെ ആൾക്കാരെ ഹരാസ് ചെയ്യാനായിട്ട് FIR ഇട്ട് തോൽപ്പിക്കുക, അത് ജഡ്ജിമാർ പോലീസിൻ്റെ തീരുമാനം ആയിരിക്കില്ലല്ലോ. അല്ല, അത് ആരുടെയും ആയിക്കോട്ടെ, ചെയ്തത് പോലീസാണല്ലോ. അപ്പോൾ പോലീസിന് വേണ്ട നമ്മൾ പറയാൻ. പക്ഷേ ഇതിനകത്തൊരു കരുതലോടെ ഒരു കാവലായി നിൽക്കേണ്ടത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയും ഇങ്ങനെ എന്താണ് നിയമവും ഒക്കെ ഇതാണെങ്കിൽ പോലും എന്നാലും ഇങ്ങനെ ചെയ്തേക്കാമെന്ന് വെക്കുന്നത് വലിയ കഷ്ടമാണ്. നോ കമൻറ്റ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.